പശ്ചിമേഷ്യൻ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുമോ? ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കുമോ? ചർച്ചയിൽ വഴിത്തിരിവുണ്ടാകുമോ? നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ ഇപ്പോൾ ഡോക്ടർ പി ജെ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ഡോക്ടർ പി ജെ വിൻസെന്റ്, അമേരിക്കയും ഇറാനും മുഖാമുഖം ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അടിത്തറ അത്ര ഭദ്രമല്ല. ഇറാന് അമേരിക്ക വിശ്വാസമില്ല. ആ വിശ്വാസത്തിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം നമുക്കറിയുന്ന പോലെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധ്യത കൽപ്പിച്ച ഘട്ടത്തിലാണ് അമേരിക്ക ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് ഈ അവിശ്വാസം ഈ പറഞ്ഞ ചർച്ചയെ ദോഷകരമായി ബാധിക്കുമോ? ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും അവർക്കൊരു പൊതുധാരണയിൽ എത്താനാകുക? എന്തായിരിക്കും ഇതിന്റെ ഭാവി? തീർച്ചയായിട്ടും സമാധാന പ്രക്രിയയിലൂടെ സമ്പൂർണ്ണ വെടിനിർത്തൽ ഇപ്പോൾ താൽക്കാലികമായി 2 ആഴ്ചത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഒരു പൂർണ്ണ വിരാമം യുദ്ധത്തിന് ഉണ്ടാവുക, അത് ചർച്ചയിലൂടെ മാത്രം സാധിക്കുന്ന കാര്യമാണ്. മറ്റൊരു ആൾട്ടർനേറ്റീവും ഇക്കാര്യത്തിലില്ല. അമേരിക്കയെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാനുമായിട്ടുള്ള ആണവ നിരായുധീകരണ ചർച്ചയിൽ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കിയത് 2015 ഒബാമയുടെ ഭരണകാലത്തായിരുന്നു. അന്ന് P5+1 യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലെ പഞ്ചമഹാശക്തികൾ, സ്ഥിരാംഗങ്ങളായ 5 രാഷ്ട്രങ്ങളും ജർമ്മനിയും ചേർന്ന് രൂപപ്പെടുത്തിയ കരാർ, അത് സമാധാനം കൊണ്ടുവരുമെന്നും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം മുന്നോട്ട് കൊണ്ടുപോയി ആണവായുധം ഉണ്ടാക്കാനുള്ള സാധ്യതയെ ചെറുക്കാനും സാധിക്കുന്ന ഒന്നായിരുന്നു. അതിൽ ഏകപക്ഷീയമായി പിന്മാറിയത് ഡൊണാൾഡ് ട്രംപാണ്. 2016 അദ്ദേഹം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള സംഘർഷങ്ങളുണ്ടായി. ഗസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 12 ദിന യുദ്ധമുണ്ടായി. അതിനുശേഷം ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് 3ാം വട്ട ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ ഫെബ്രുവരി 28 ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാവുകയും ആയത്തുള്ള അലി ഖംനേയി അടക്കം കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നയതന്ത്ര ചർച്ചയിൽ പൂർണ്ണമായി അമേരിക്കയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആയിരിക്കില്ല ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇറാനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് തയ്യാറാകും എന്നും കരുതാൻ വയ്യ. അതുപോലെ പാകിസ്ഥാൻ എന്ന ഒട്ടും റിലയബിലിറ്റി ഇല്ലാത്ത, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഈ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് എന്നതും ഇതിൻ്റെ ഭാവിയിലേക്ക് ഒരു സംശയത്തിൻ്റെ നിഴൽ വീഴിക്കുന്ന സംഭവമാണ്. അതേസമയം JD വാൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അപേക്ഷിച്ച് യുക്തിപരമായിട്ടും തന്ത്രപരമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ്. അതുപോലെ പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫ് 2016-20 ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് പശ്ചിമേഷ്യയുടെ മുഖ്യ പ്രതിനിധിയായിരുന്ന ജാരദ് കുഷ്ണർ, അദ്ദേഹം ട്രംപിൻ്റെ മരുമകൻ കൂടിയാണ്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഈ സംഘം ആണ് ചർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ത്രട്ട്, ഭീഷണി, ട്രംപിൻ്റെ ഭീഷണി, ഇതൊന്നും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കില്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ഒരു സമാധാന ചർച്ച അവിടെ നടക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പോയിന്റിൽ കോംപ്രമൈസ് വന്നാൽ അത് ആഗോള സമൂഹത്തിന് മുന്നിൽ ആ രാജ്യം അവതരിപ്പിക്കാൻ ഒരു വിജയം പരാജയമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ 10 നിർദ്ദേശങ്ങൾ ഇറാൻ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ഒരു പിന്നോട്ട് പോക്കോ ഒരു ധാരണയിലെത്തലോ അല്പം പ്രയാസകരമായ കാര്യമായിരിക്കില്ലേ? എണ്ണയുടെ 20% കടന്നു പോകുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. അത് നിയന്ത്രിക്കുവാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നയതന്ത്ര ചർച്ചയിലേക്ക് പോലും കാര്യങ്ങളെ എത്തിച്ചത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ അവരുടെ മിസൈൽ ശേഷി തകർക്കുകയും ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഇല്ലാതാക്കുകയും അവർ നിലവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശപ്പെടുത്തുക എന്നതൊക്കെയായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. അവിടെ ഭരണമാറ്റമുണ്ടാക്കുക, റെഷീം ചേഞ്ച് എന്ന് എപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഈ 2 ലക്ഷ്യങ്ങളും നേടാൻ അവർക്ക് കഴിയില്ല എന്ന് സുവ്യക്തമായി. അതേസമയം ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയും സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ നിർണായകമായി തകർക്കാൻ അവർക്ക് സാധിച്ചു. കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ കാർഗ് ഐലൻഡ് സൈന്യം അവിടെ ഇറങ്ങി പിടിച്ചെടുക്കുന്നതിലേക്ക് ഒരു സൈനിക നീക്കം നടത്താൻ അമേരിക്കയും തയ്യാറായിട്ടില്ല. ഏതായാലും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തുടക്കത്തിലെ തന്നെ പ്രതിസന്ധിയായത് ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമായിരുന്നു.
എല്ലാ ഫ്രണ്ടിലും ഇപ്പോൾ എന്തായാലും വ്യക്തമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.